ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആർപിയിലോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോൺട്രവേഴ്സി ടോക്കോ കാര്യമൊന്നുമല്ല. ബട്ട് നിങ്ങൾ കുറേ പേര് ചോദിച്ചതുകൊണ്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരുന്നു എന്നുള്ള രീതിയിൽ കാണുക. എനിക്ക് കാരണം കോൺട്രവേഴ്സി എന്നുള്ള രീതിയിലുള്ള സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും വരുന്നൊരു ചോദ്യം ആയതുകൊണ്ട് ജസ്റ്റ് ഇത് ക്ലിയർ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയുകയാണ്. അത് എന്താ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം സ്പീഡിൻ്റെ കേസാണ്. സ്പീഡിൻ്റെ കേസിൽ ഞാൻ അവരോട് സംസാരിച്ചായിരുന്നു. സ്പീഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിഞ്ഞ ദിവസത്തെ TV വേഴ്സസ് T47 ഇഷ്യൂ നടന്നപ്പോഴത്തേക്ക് ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ വന്ന് എൻ്റെ ചാറ്റിൽ വന്ന് കുറേ ഹേറ്റും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അപ്പോൾ തന്നെ ലീവായിട്ട് അവൻ പറഞ്ഞ് ഞാൻ കാരണം ഹേറ്റ് വേണ്ട, ഞാൻ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞുള്ള രീതിയിൽ അവൻ പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ ലൈവ് എൻഡ് ചെയ്ത് വിളിച്ച് കുറച്ച് നേരം സംസാരിച്ച് അവൻ അപ്പോഴും വീണ്ടും VC അവൻ പോയി. അവൻ പറഞ്ഞ എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളൊരു മൈൻഡല്ല, ഞാൻ നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് എനിക്ക് ഇന്നലെ രാത്രിയാണ് അവരോട് സംസാരിക്കാൻ പറ്റിയത്. ഇന്നലെ രാത്രി അവരുടെ സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഗെയിമിംഗ് ലൈഫ് എന്നല്ലാതെ അവൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട് കേസ്. അപ്പം അവൻ്റെ പേഴ്സണൽ ലൈഫിൽ അവന് കുറേ കമ്പനിയുള്ള ആൾക്കാരാണ് T47 അകത്തുള്ളത്. അപ്പോൾ ആ ഒരു ബേസിലാണ് അവൻ T47 കളിക്കാൻ കയറിയെന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ T47 കളിക്കാൻ കയറിയ ശേഷം TVAക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സിറ്റുവേഷനിലോ കാര്യങ്ങളിലോ ഒന്നും അവൻ മോശമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ആയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്പീഡ് എന്തോ TVയിലുള്ള അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തോ സംസാരിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. വെച്ചാൽ എന്തോ മോശമായിട്ട് പറഞ്ഞാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവനെ വിളിച്ചിട്ട് സംസാരിച്ചവൻ പറഞ്ഞത് ഞാൻ TVയിലുള്ള ഒരാൾക്ക് എഗെയിൻസ്റ്റ് മോശമായിട്ട് സംസാരിച്ചില്ല, സിറ്റുവേഷൻ എടുക്കുന്ന കാര്യം ഒരു ഗ്യാങ്ങിലെ മെമ്പർ എന്നുള്ള രീതി ചോദിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ മോശമായിട്ട് അവിടെ ആരെയും തെറി വിളിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒന്നിനും അവൻ പോയിട്ടില്ല. അവൻ ജസ്റ്റ് എന്തോ നോർമലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പം എന്തോ അഡ്മിനെ വിളിച്ചിട്ട് അവൻ സിറ്റുവേഷൻ എടുക്കാൻ പറ്റൂലേ എന്നുള്ള കാര്യം ചോദിച്ചു. അല്ലാണ്ട് അവൻ ആരെയും തെറി വിളിക്കാനും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. T47 തെറി വിളിച്ചിട്ടുണ്ട്. T47 അപ്പം ദാമുവും അതേപോലെ തെറി വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റുവേഷൻസ് ആയിട്ടുണ്ട്. ദാമുവിൻ്റെ കാര്യത്തിൽ ഞാൻ സംസാരിക്കാൻ ആളല്ല, ഞാൻ അതിലൊന്നും പറയത്തുമില്ല കേസ്. ഞാൻ അതിൻ്റെ അകത്തൊന്നും പറയത്തില്ല. ചാറ്റ് ഇട്ടതിൻ്റെ അകത്ത് ഒരു കാര്യം അവൻ പറഞ്ഞു. ഞാൻ ചോദിച്ചോടാ എന്തെങ്കിലും ചാറ്റ് ഇട്ടില്ലെന്ന് പറഞ്ഞു. കേസ് അവൻ 1:30 സേഫ് സോൺ ആക്കിയതിൻ്റെ കേസിനാണ് അവൻ കളിയാക്കിക്കൊണ്ടാണ് അവൻ ഇട്ടതാകെ. അല്ലാതെ TVനെ കളിയാക്കുന്ന രീതിയിലോ ഒന്നും ഇട്ടില്ല. 1:30 ആയപ്പോഴത്തേക്ക് സെർവർ സേഫ് സോൺ ആക്കി എന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് ഇട്ട് അതിൻ്റെ കേസിനാണ് അവൻ ഇട്ടത്. അല്ലാതെ വേറെ TVയിലെ മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ TVയിലെ ആൾക്കാരിനെയൊന്നും അവൻ ആ സിറ്റുവേഷനിൽ ഒന്നും പറയാൻ പോയിട്ടില്ല. അവൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞതായിട്ടുള്ള ഒരു POVയും കണ്ടില്ല. വേറൊരു കേസ് കണ്ണാപ്പി ഇന്നലെ അവനോട് അവൻ സംസാരിച്ചാൽ പറഞ്ഞ കേസ് കണ്ണാപ്പി കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈവിൽ അവൻ T47 അടുത്ത് പോയിട്ട് ഇങ്ങനെ സിറ്റുവേഷൻ ട്രിഗർ ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. അപ്പം സ്പീഡ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴും അവൻ സിറ്റുവേഷൻ ട്രിഗർ ചെയ്യുന്ന സമയത്ത് പോലും അവൻ ഒന്നും പറയാതെ മാറിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ TVയിലുള്ളവരുമായിട്ട് സംസാരം ആവരുത് എന്നുള്ളത് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമായതുകൊണ്ട് അവൻ അതിൻ്റെ അകത്ത് ഇടയിലൊന്നും സംസാരിക്കാനും ഒന്നിനും പോയിട്ടില്ല. മനസ്സിലായില്ലേ? അല്ല ഇത് ഞാൻ പറഞ്ഞില്ല കേസ്, ഞാൻ ഇതൊരു ഹേറ്റോ കാര്യം ഉണ്ടാക്കാനും അടി ഉണ്ടാക്കാനും ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. ദാമുവിൻ്റെ കേസും അല്ല ഞാൻ പറയുന്നത്. പോടാ ന്യായീകരിക്കാണ്ട് ബ്രോ എങ്ങനെ വേണമെങ്കിലും എടുത്തു ബ്രോ. ഇനി ഇവിടെ ഇരുന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ പറയാനുള്ള കാര്യം പറയണം. കാരണം എൻ്റെ അടുത്ത് ഒന്ന് 2 ദിവസം മൊത്തം ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എനിക്കിവിടെ പറയണം, അത്രേ ഉള്ളൂ. എനിക്കിവിടെ ആരെയും ന്യായീകരിച്ചിട്ടൊന്നും കിട്ടാനില്ല. ഉള്ള പോലെ പറയുന്നു. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അതല്ലാത്തവർക്ക് ഇവിടെ കിടന്ന് തെറി വിളിക്കുക ഇതാവാം. പക്ഷേ ഇനി ദാമുവിൻ്റെ കേസല്ല ഞാൻ ഇവിടെ പറയുന്നത്. ദാമു പറഞ്ഞത് ഞാൻ അതിൻ്റെ അകത്തൊന്നും പറയുന്നില്ല. കാരണം ദാമു അവിടെ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ലൈവിൽ ഞാനും കേട്ടിട്ടുണ്ട്. അവനെ കളിയാക്കിയപ്പോൾ അവൻ തിരിച്ച് തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തൊന്നും ഞാൻ ഒന്നും പറയില്ല. എനിക്കതിൽ എനിക്ക് അവൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവനെപ്പറ്റി ഒന്നും പറയാനും വേണ്ട. കാരണം അവൻ ഡയോസിലൊരു പ്ലെയർ അല്ല, അവൻ ഡയോസിലെ മെമ്പറും അല്ല. ഞാനിപ്പോൾ അവനുമായിട്ട് ദാമുമായിട്ട് സംസാരിച്ചിട്ടേ കുറേ ദിവസമായി. എന്ന് വെച്ചാൽ TVയിൽ നിന്ന് ഇറങ്ങിയൊരു ടൈമിലാണ് ഞാൻ അവനോട് സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. ദാമുവിൻ്റെ കേസ് എന്തെങ്കിലും സീനുണ്ടെങ്കിൽ നിങ്ങൾ ദാമുവിൻ്റെ അടുത്തോ T47 അടുത്തോ സംസാരിക്കണം. സ്പീഡ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ വിചാരിച്ചു സ്പീഡ് ഇന്നലെ എന്തിനാ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ കാരണം ഇനി ഞങ്ങൾക്ക് ഹേറ്റ് ഉണ്ടാവണ്ട, അതുകൊണ്ട് അവൻ വേണമെങ്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. വിട് ബ്രോ, നല്ല ബ്രോ,
ഞാൻ ഇവിടെ ഒരു പ്രശ്നത്തിനും അല്ല ഒന്നുമില്ല. ദാമൻ ഒരിക്കലും ഡയോസിൽ എടുക്കരുത് ബ്രോ. ഇല്ല, ദാമു ഡയോസിലോട്ട് വരാനില്ല. അവൻ T47 കളിക്കണം എന്നുള്ള രീതിയിലാണല്ലോ ഓൾറെഡി അവൻ പോകണം. പിന്നെ എന്തിനാണ് അവൻ ഡയോസിലോട്ട് വരുന്നത്? അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിട്ട് പോലും ഇല്ല. അതെനിക്കറിയത്തുമില്ല. ഇനി അങ്ങനെയൊക്കെ എന്തൊക്കെ കഴിഞ്ഞ ദിവസം ചാറ്റ് കേൾക്കുന്നുണ്ട്. അവൻ ഡയോസിൽ കളിക്കാനും ഇങ്ങോട്ട് വരാനോ എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. പിന്നെ ദാമുവിൻ്റെ കേസ് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്ന് പറഞ്ഞ് ദാമു ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ദാമുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. അവൻ എന്നെ ഇതുവരെ ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, ഞാനും അവനെ തിരിച്ചൊന്നും പറഞ്ഞില്ല. സ്പീഡ് ഒരു മണിയുടെ ഇമോജി ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സെർവറിൻ്റെ 2 മണിക്ക് കൊണ്ടുകൊണ്ട് എന്തോ സെർവർ മറ്റേതോടല്ലേ സേഫ് സോൺ ഇടുന്നതിന് വരെ 1:30 ഇട്ടപ്പോഴത്തേക്ക് അവൻ അത് വെച്ചിട്ട് കളിയൊക്കെയാണ് ഇട്ടത്. അഡ്മിൻസിനെ എന്തോ കളിയാക്കുന്ന രീതിയിലാണ് ഇട്ടതെന്നാണ് അവൻ പറഞ്ഞത്. ആ സംഭവമാകിയതല്ല. TV-യിലെ ഒരു മെമ്പറിനെ പറ്റിയും അവൻ ഒരു മോശകാര്യമോ ഒന്നും ആ ലൈവിൽ പറഞ്ഞില്ല. ആ തെറിവിളി അത്രയും നടക്കുന്നതിൻ്റെ ഇടയിൽ അവൻ വന്നിട്ടുമില്ല. നിങ്ങൾ നോക്കിയാൽ മതി. അത്രയും പേര് T47 വന്നെന്ന് അവിടെ TV-യിലുള്ള എല്ലാവരെയും പറയുമ്പോൾ അവൻ ആ സിറ്റുവേഷനിൽ അവിടെ ഒന്നിനും വന്നിട്ടില്ല. അവൻ മാറിയാണ് നിന്നത്. പിന്നെ അവനെ ഈ ഹേറ്റ് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല. ഞാൻ ആ സിറ്റുവേഷൻ കണ്ടത് തന്നെ അത് കഴിഞ്ഞിട്ടാണ്. എനിക്കപ്പോൾ നടന്നെന്തെന്ന് പോലും അറിയത്തില്ല. അല്ല, ഞാൻ പറയുന്നത് ചാറ്റിലുള്ളവരെയാണ് കേസ്. ഞാൻ ചാറ്റിലുള്ളവരാണ്. ഞാൻ വേറെ ഇപ്പം ഞാൻ ഈഗിളിൻ്റെ ലൈവിൽ ഈഗിൾ പറഞ്ഞു എന്ന് അങ്ങനെയുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ചാറ്റിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ലൈവിൽ വന്നിട്ട് ഇന്നലെ ഉണ്ടാക്കിയ ഹേറ്റ് അങ്ങനത്തെ രീതിയിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ PUBG ലൈവ് ഇട്ടോണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇവിടെ കിടന്ന് ഹേറ്റ് ഉണ്ടാക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വേസ്റ്റായ സിറ്റുവേഷൻ്റെ ഇടയിൽ അവൻ ചുമ്മാ എന്നാലും രണ്ടേലും ഇഷ്ടപ്പെടുന്ന ആൾക്ക് വിഷം വരില്ലാണ്. കിരൺ ബ്രോ ഇതിൻ്റെ അകത്ത് സീനെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കിരൺ ബ്രോ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അവന് നമുക്കിപ്പം TV-യിനകത്തുള്ള കുറേ പേരെടുത്ത് പേഴ്സണലി കുറേ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി ഇഷ്ടമുണ്ട്. ഇപ്പം TV-യിൽ നിന്ന് ഞാൻ മാറി നിന്നാൽ പോലും TV-യിനകത്തുള്ള പല മെമ്പേഴ്സുമായിട്ടും എനിക്കിപ്പോഴും എനിക്ക് അത്രയും ബോണ്ടിങ് ആണ്. അതേപോലെയാണ് അവന് T47. അവൻ T47 ഉള്ള പലരും അവൻ്റെ പേഴ്സണൽ ലൈഫിൽ അവൻ്റെ കുറേ ഡൗൺ ടൈമിലും കാര്യത്തിലൊക്കെ ഇതാക്കിയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും. ഈഗിളൊന്നും പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ല ബ്രോ. ഞാൻ ചാറ്റിലുള്ളവരുടെ പറഞ്ഞതിന് റിപ്ലൈ അല്ലേ ഞാൻ പറയുന്നത്. ഈഗിൾ പറഞ്ഞതെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു? ഞാൻ ചാറ്റിലുള്ളവർ ഇന്നലെ എൻ്റെ ചാറ്റിൽ വന്ന് ഹേറ്റ് ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളൊന്ന് മൊത്തം കേൾക്ക്, എന്നിട്ട് നിങ്ങൾ ഈ ചാറ്റ് ഇട് വീണ്ടും. ഞാൻ ഇപ്പോഴും പറയുമോ, മനസ്സിലായോ? ഞാൻ വീണ്ടും ഫുള്ള് പറയുന്ന കേൾക്ക്. ഞാൻ എന്തോ പറയുന്നത് ഫുള്ള് പറയുന്നത് കേൾക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തുവാ ഇവൻ്റെ സ്പീഡിൻ്റെ ഇൻസ്റ്റയിലൊക്കെ പോയിട്ട് അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചങ്ങ് ഒരു മയവും ഇല്ലാതെ കിടന്ന് അവനെ പല അക്കൗണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇത്രയും കിടന്ന് ഇങ്ങനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ മാത്രം അവൻ എന്തുവാ ചെയ്തതെന്നാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അവനെ ഈ കിടന്ന് ഒരാളെ പോയി നിങ്ങൾക്ക് എന്ത് ഇതാണുള്ളത്? ഈ സിനാരിയോയിലുള്ള ഫാൻസ് ഹേറ്റായി എല്ലാവരെയും കുറിച്ചല്ല. എല്ലാവരും അത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യമില്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഒരു ഇതുണ്ടായി, നിങ്ങൾ അതിൻ്റെ പേരിൽ എന്തിനാണ് ഈ ബാക്കിയുള്ളവരെ പോയി ഇൻസ്റ്റാഗ്രാമിലും ബാക്കി കാര്യങ്ങളിലൊക്കെ പോയി കിടന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനൊക്കെ എന്ത് റൈറ്റ്സാണ് നിങ്ങൾക്കുള്ളത് കേസ്? നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്താൽ പോരെ ബ്രോ? ഇത് പറയേണ്ട ലൂപ്പാവും. ഞാൻ ലൂപ്പാക്കാനൊന്നുമല്ല ബ്രോ. എൻ്റെ ലൈവിൽ വന്ന് ചോദിക്കുന്ന ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ്. ഞാൻ ഇത് പറഞ്ഞായിരുന്നു. ഞാൻ അടുത്ത ലൈവിൽ വരുമ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരാമെന്ന്. കാരണം നാളെ സ്പീഡ് എൻ്റെ കൂടെ കളിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് വന്ന് ഈ വരുന്ന ചോദ്യങ്ങൾ ഇനിയും വന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? നാളെ ഡയോസിലും കളിക്കുകയാണെങ്കിൽ ചോദിക്കും. അപ്പോൾ എനിക്കത് ക്ലിയർ ആക്കേണ്ട ഒരു മര്യാദ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ ആരെയും കാര്യമല്ല വേറെ ഒന്നിനെ പറ്റിയും പറയുന്നില്ല. ചാറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഹനാൻ ലൂപ്പ് ബ്രോ ലൂപ്പാണെങ്കിൽ ബ്രോ ലൈവ് കാണണ്ട. സ്റ്റിൽ ലീവ് ചെയ്തോ. എന്തിനാണ്? എനിക്ക് പറയാനുള്ള കാര്യമല്ലോ പറഞ്ഞു. ഞാൻ ഡെയിലി ലൈവ് ഇട്ട് ഇതല്ലേ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം സിമ്പിളായിട്ട് പറയുന്നു, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. ബിട്രയറെ നീ തന്നതിനുള്ള റിപ്ലൈ ഒന്നും അതിനെ പറ്റിയൊന്നും ഞാൻ പറയത്തില്ല. അതിനെപ്പറ്റിയൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറെ ആരുടെയും കാര്യം ഇതിൽ ട്രാക്ക് ചെയ്യാൻ വയ്യ. ഞാൻ ഒരു ഗ്യാങ് വൈസ് ഉള്ള കാര്യം പറയുകയാണ്. നിങ്ങൾ വന്നിട്ട് സ്പീഡിനെ ഡയോസ് കളിപ്പിക്കരുത്. അവൻ TV-ക്ക് അഗെയിൻസ്റ്റ് നിന്ന് അവൻ ഹേറ്റ് ഉണ്ടാകുന്ന അവൻ ഒരുപാട് മോശമായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞ ദാമുവിന് ഡയോസിൽ കളിപ്പിക്കുമോ? ഇല്ലടാ, അവൻ T47 കളിക്കില്ല. അവൻ എന്തിനാണ് T47 കളിക്കുന്നത്? അവൻ എന്തിനാണ് ഡയോസിൽ വരുന്നത്? എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ T47 കളിക്കുക. അവൻ എന്തിനാ ഡയോസിൽ വരുന്നത്? എന്തിനാ? ഞാൻ അവൻ്റെ അടുത്ത് വരാനും പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് അവനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാണ് അതിൻ്റെ കാര്യം തന്നെ വീണ്ടും പറയുന്നത്?
ഞാൻ ഇത്രേ പറയുള്ളൂ കേസ്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിക്കുക. ഒരു ഗ്യാങ് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഗ്യാങ്ങിൻ്റെ അകത്ത് കളിക്കുന്ന ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ അവൻ എന്ത് ചെയ്യണ്ടെന്ന് അഡ്മിൻ്റെ അടുത്ത് ചോദിച്ചതല്ലാതെ അവൻ വേറെ എന്തെങ്കിലും കാര്യം മോശമായിട്ട് ടി വിയിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സിനെ പറ്റി ആ സമയത്ത് അവിടെ ആ സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. നിങ്ങളിപ്പോഴും വെറുതെ ഒരാവശ്യമില്ലാണ്ട് വന്നിരുന്നു ഈ ബാക്കിയുള്ളവരെ പറ്റി തെറിയും കുറ്റവും പറയുന്നതൊക്കെ ഭയങ്കര ശോകമാണ്. മനസ്സിലായില്ലേ? എന്ത് കണ്ടിട്ട് ഞാൻ ഇന്നലത്തെ വരവൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ എന്തോ അപരാധം പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ വിചാരിച്ചു അവൻ എന്തോ മോശമായിട്ട് പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു. അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്ര ദിവസവും വിട്ടേക്ക്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, മുമ്പോട്ട് പോവുക. ബ്രോ 7 മിനിറ്റ് എന്തോ വല്ല സീനൊക്കെ ഉണ്ടാവുക എല്ലാം നമുക്ക് പതിവ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തായാലും മനസ്സിലായില്ല. ഓക്കെ, അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക, മുമ്പോട്ട് പോകുക. ബാക്കിയുള്ളവരെ പോയി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഇറിറ്റേറ്റ് ചെയ്യുന്നതല്ല, ഈ തന്തയ്ക്കുള്ളിയും തള്ളക്കുള്ളിയൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇതൊക്കെ വലിയ സംഭവമൊന്നും അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. മനസ്സിലായി? അതുകൊണ്ട് ദയവ് ചെയ്ത് പോയി കിടന്ന് തെറി വിളിക്കുന്നത് മാത്രം ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. പിന്നെ T47 കാര്യത്തിലും ദാമുവിൻ്റെ കാര്യത്തിലും എനിക്ക് ഇടപെടാനായിട്ട് എനിക്കൊരു റൈറ്റും ഇല്ല. അവൻ്റെ കാര്യത്തിൽ ഞാൻ സംസാരിച്ചിട്ടുമില്ല, ഇപ്പോഴും സംസാരിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പറയും, അവൻ്റെ കേസ് അവൻ പറയും, അല്ലെങ്കിൽ ഈഗിളിന് അവനായിട്ടുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കും. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് അവർ തമ്മിൽ പറയും, തീരും. ഞാൻ എൻ്റെ ഇടയിൽ പോയി ഇടപെടാൻ ആളല്ല, ഞാൻ ഇപ്പോഴേ പറഞ്ഞു. ഓക്കെ, സോ എനിക്ക് ഇത്രേ പറയുള്ളൂ. ഇതിൻ്റെ അകത്ത് വെറുതെ നമ്മളെ കൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് തള്ളിയിടരുത്. നമ്മളിതിൻ്റെ അകത്ത് ഒരു ബന്ധവുമില്ല, ഒന്നിനുമില്ല. സ്പീഡ് അവിടെ കളിച്ചു, ആസ് എ പ്ലെയർ കളിച്ചു എന്നുള്ളതല്ലാതെ സ്പീഡ് വേറെ മോശമായിട്ട് ടി വിയിലുള്ള ഒരു മെമ്പറിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഹേറ്റും കൂടി ഒഴിവാക്കി തരിക. ഇത്രേ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ ഇപ്പോൾ ഒരു പുതിയൊരു സർക്കിൾ വീണ്ടും വരുന്നുണ്ട്. എന്തിനാണ് TV ഓഡിയൻസിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ നോക്കുന്നു, അത് എങ്ങനെ കൺവേർട്ട് ചെയ്യും? അങ്ങനെയൊന്നും വേണ്ട കേസ്. ഞാനുള്ള കാര്യം പറയാം, അങ്ങനെ ഒരു സംഭവമൊന്നും വേണ്ട. ഇഷ്ടമുള്ളവർ ലൈവ് കണ്ടാൽ മതി. ഞാൻ ഇപ്പോഴേ ഓപ്പണായിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ളവർ ലൈവ് കാണുക. മീൻസ് നമ്മൾ RP കളിക്കുന്നത്, നമ്മളൊരു ഗ്യാങ്ങായിട്ട് RP കളിക്കാൻ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഇവിടെ ആരും ആരുടെ ഓഡിയൻസിനെ പിടിച്ചു വെക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഫസ്റ്റ് എത്തിങ് അത് പറ്റത്തില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ആൾക്കാർ ലൈവ് കാണും. അത് കുറച്ച് ഇപ്പം 10 പേരാണേലും 100 പേരാണേലും 1000 പേരാണേലും ഇഷ്ടമുള്ളവരെ കാണൂ ലൈവ്. അപ്പോൾ ആ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക. പറ്റുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, പറ്റാത്തവരെ ലൈവ് നിങ്ങൾ കാണണ്ട. ഇത്രേ ഉള്ളൂ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ദയവ് അതുകൊണ്ട് ഇത് ഒഴിവാക്കുക. ഒരു സെക്കൻഡ് കഴിച്ച് ഒന്ന് AC ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബാലൻ്റെ വീഡിയോ കാണാം കഴിച്ചു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു. കുറച്ചെങ്കിലുമൊക്കെ തിരിച്ചറിവുകൾ തലയിൽ അടിക്കുമ്പോഴത്തേക്ക് വന്ന് അപ്പം സംസാരിക്കുക. അല്ലാതെ എന്തേലും കിടന്ന് വെറുതെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ളവർക്കൊക്കെ ഏറ്റവും ഉണ്ടാക്കുന്നതിന് മുമ്പേ കുറച്ചൊന്ന് ചിന്തിക്കുക. തലയിലൊന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലേ? തലയിൽ അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ വെറുതെ വന്നിട്ട് ഇവിടെ കിടന്ന് ഹേറ്റ് ഉണ്ടാക്കാതെ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാലൻ്റെ വീഡിയോ ആണ്. ഞാൻ ബാലൻ്റെ വീഡിയോ ലൈവിൽ കാണാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് സിറ്റിയിലോട്ട് കയറാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ സ്റ്റിൽ എനിക്ക് ഒരു ഹേറ്റോ കാര്യം ഉണ്ടാക്കാനോ ഒന്നിനുമല്ല ആ ഒരു മൈൻഡിൽ എടുക്കേണ്ടത്. സോ നമുക്ക് ബാലിൻ്റെ വീഡിയോ ആണ്.